ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സും അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തി എന്താണ് ചിന്തിക്കുന്നത്, ഈ രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഈ റീഡിങ്ങിൽ വരുന്ന സിറ്റുവേഷൻസ്, ക്ലൂസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ വിട്ടേക്കുക, ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങളോട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് പറയാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ, നിങ്ങൾ അറിയണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഓക്കെ, അതുപോലെ കറണ്ട് ഫീലിങ്സ്. ഓക്കെ, പോസിറ്റീവ് കാർഡുകൾ തന്നെയാണ് എല്ലാം വരുന്നത്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്, ഈ വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമ്മളിവിടെ നോക്കുന്നത്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ആൻഡ് ഓൾസോ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ ഒരു കാര്യങ്ങൾ കൂടി നമ്മളിവിടെ നോക്കുന്നു. ഓക്കെ, കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട്, ഓക്കെ, രണ്ട് കാർഡുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മളതങ്ങ് എടുക്കുകയാണ് ജസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടുന്ന ദ എംപറർ കാർഡാണ് നമുക്ക് ഇവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുക്കുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. ഈ ഒരു സമയത്ത് വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളോടും അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിനോടും വല്ലാത്തൊരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രീഷ്യസ് ആയിട്ടൊക്കെ ആ വ്യക്തി നിങ്ങളെ കാണുന്നു എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പം അവരുടെ ഒരു ഹൃദയത്തിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വല്ലാത്തൊരു സ്ഥാനമുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് കഴിയും. പക്ഷേ ഇത്തരം കാര്യങ്ങളെല്ലാം ഈ വ്യക്തി മനസ്സിലാക്കിയത് ഈ ഒരു സെപ്പറേഷൻ്റെ സമയത്താണ്. കാരണം സാധാരണ രീതിയിലുള്ളതുപോലെയൊക്കെ ഇവർ നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ വരികയും പിന്നീട് പലതരത്തിലുള്ള ഒരു കോൺഫ്ലിക്റ്റുകൾ കൊണ്ട് ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലേക്കൊക്കെ പോവുകയുമാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ സെപ്പറേഷനിലൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു പേഴ്സൺ ചിന്തിച്ചത് സാധാരണ രീതിയിൽ അങ്ങ് പോയി ആ ഒരു പേഴ്സൺ വളരെ കൂളായിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ഉണ്ടായത്. ആ സമയത്ത് നിങ്ങൾ വല്ലാതെ കരഞ്ഞ് നിലവിളിച്ച് സങ്കടപ്പെട്ട് ഡിപ്രഷൻ അടിച്ച് ഭക്ഷണം കഴിക്കാതെ ഒക്കെ ഇരുന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾ പോകുന്നുണ്ടാകാം. പക്ഷേ ഈ വ്യക്തി ആ ഒരു സെപ്പറേഷൻ ടൈമിൽ വളരെ കൂളായിട്ട് തന്നെ എന്തോ ഒരു നിസ്സാരമായ കാര്യം സംഭവിച്ച പോലെ അവരങ്ങ് ജസ്റ്റ് പോയി അവരുടെ ലൈഫിൽ നിന്ന് അങ്ങനെ അങ്ങ് പോയി. എങ്കിലും ആ ഒരു സെപ്പറേഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അപ്പോൾ നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവായി പോയി. നിങ്ങൾ പോയതിന് ശേഷം മാത്രമാണ് അവർക്ക് നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാക്കാനായിട്ട് അവർ തുടങ്ങിയത്. നിങ്ങളെ വല്ലാതെ അവർക്ക് മിസ് ചെയ്യാനായിട്ട് തുടങ്ങിയെന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ ഒരു സമയത്ത് അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ പല തടസ്സങ്ങളും ഈ ഒരു സമയത്ത് അവരുടെ മുന്നിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ തിരിച്ചു വരാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അവർ ഇതിനൊരു അവസരത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്കിവിടെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പോൾ അവർ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ട് വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റാർക്കും നൽകാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സ്നേഹം, അത്തരത്തിലുള്ള ഒരു സ്നേഹം, നിങ്ങൾ നിഷ്കളങ്കമായ ഒരു സ്നേഹം കൊടുത്ത ആ വ്യക്തിക്ക് കൊടുത്ത ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന രീതിയിലാണ് നിങ്ങളെ അവർ കാണുന്നത്.
അതുകൊണ്ട് തന്നെ എത്ര ശ്രമിച്ചാലും അവർക്ക് നിങ്ങളെ മറക്കാനായിട്ട് പറ്റുന്നില്ല ഇപ്പോൾ ഈ ഒരു സമയത്ത് എന്ന് അവർ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. അതായത് ഫോഴ്സ്ഫുള്ളി സെപ്പറേറ്റഡ് ആയ കുറച്ച് ആളുകളെയും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവരുടെ മനസ്സോടെ അല്ലാതെ സെപ്പറേറ്റഡ് ആയി പോയ കുറച്ച് ആളുകളെയും നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ആളുകളും ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അവരുടെ മനസ്സോ അപ്പോൾ അങ്ങനെ പോയ ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ ഫോഴ്സ്ഫുള്ളി അവരൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആയി അവർക്ക് പോകേണ്ടതായിട്ട് വന്നു. പക്ഷേ മാനസികമായിട്ട് അവർക്ക് അതിന് തയ്യാറല്ല. അങ്ങനെ പോയ കുറച്ച് പേര് നമുക്ക് കാണുന്നത്. ജസ്റ്റ് നമ്മളൊന്ന് എടുത്ത് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇതാണിപ്പോൾ ആ പേഴ്സൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പിരിഞ്ഞു പോയ സമയത്താണ് അവർക്ക് ഈ ഒരു മിസ് ഫീലിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനായിട്ട് തുടങ്ങിയത്. അപ്പോഴാണ് നിങ്ങൾ എത്രമാത്രം ആഴത്തിലാണ് അവരുടെ ഹൃദയത്തിൽ പതിഞ്ഞു പോയത് എന്നവർ ഈ ഒരു സമയത്ത് മനസ്സിലാക്കി. അപ്പോൾ ആ സമയത്ത് ഈ സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ നിങ്ങളുടെ മെമ്മറീസിൽ നിന്ന് വിട്ടു പോകാനായിട്ട് അവർ പലപ്പോഴും ശ്രമിച്ചു. പക്ഷേ അതിനൊന്നും അവർക്ക് കഴിയുന്നില്ല. അപ്പോൾ അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഡെപ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഴം അവർക്ക് മനസ്സിലാക്കി കൊടുത്തത് ഈ ഒരു സമയമാണ്, ഈ ഒരു സെപ്പറേഷൻ പീരീഡ് തന്നെയാണ് എന്നാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത്, ശക്തമായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് തിരികെ വരാനായിട്ട്. കാരണം ഇവർ പല കാര്യങ്ങളും മെറ്റീരിയലിസ്റ്റിക് ആയ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയിലേക്കായിരിക്കാം പോയിട്ടുള്ളത്. അപ്പോൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ അവർ പോയത്, അപ്പോൾ അവരതൊക്കെ നേടിയെടുത്തു. പക്ഷേ ആ നേടിയെടുത്തതൊന്നും നിങ്ങൾക്ക് പകരമാകില്ല എന്ന് ഈ ഒരു സമയത്ത് അവർ മനസ്സിലാക്കുന്നു എന്ന് നമുക്കിവിടെ ഒരു മെസ്സേജ് കിട്ടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അവർ സന്തോഷിച്ചിരുന്നതും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയത്താണ്. ഇനി ആ ഒരു സന്തോഷം വേറെ ആരുടെയും കൂട്ടത്തിലിരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷനിൽ പോകുമ്പോൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്നില്ല. ഇതൊക്കെ അവർ ഒത്തിരി കാര്യങ്ങളിലേക്ക് അവർ ഫോക്കസ് ചെയ്ത് പോയി. പക്ഷേ ആ കാര്യങ്ങളെല്ലാം അവർക്ക് കിട്ടിയെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷം അവർക്ക് കിട്ടുന്നില്ല എന്ന് അവർ ഈ സമയത്ത് തിരിച്ചറിയുന്നു. ആ ഒരു സന്തോഷം തിരികെ വേണമെന്ന് ഈ ഒരു സമയത്ത് അവർ വല്ലാണ്ട് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് വരുന്നു. ഇപ്പോഴും ഇവിടെ ഒരു തടസ്സം നമുക്ക് കാണുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് തേർഡ് പാർട്ടി ആയിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും തിരിച്ചു വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നു. അതുപോലെ തന്നെ വല്ലാതെ ഒരു മിസ് ഫീലൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് നിങ്ങളെ വളരെ വളരെ അധികമായിട്ട് അവർക്ക് മിസ് ചെയ്യുന്നു. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു രീതിയിൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു മെസ്സേജ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ അവരെ ഉപേക്ഷിക്കരുത് എന്ന് അവർ ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയത്ത്. ഇതൊക്കെയാണ് അവരുടെ ഒരു ഫീലിങ്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. പിന്നെ അവരുടെ മെസ്സേജസും ഇതൊക്കെ തന്നെയാണ്. കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങളെ അറിയിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. ഈ സമയത്ത് അവർക്ക് ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല. കാരണം ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ഒത്തിരി നാളുകളായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഇതിലേക്കൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആയി ഓക്കെ ഇതാണ് റിയാലിറ്റി എന്നതിലേക്കൊക്കെ ഒന്ന് എത്തിക്കാണുമായിരിക്കും. അതുകൊണ്ട് തന്നെ അപ്പോൾ ആ സെപ്പറേഷനിൽ പോകുന്ന ടൈമിൽ നിങ്ങളുടെ പേഴ്സണൽ വലിയ പ്രശ്നങ്ങളുള്ളതായിട്ടൊന്നും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവില്ല. ശരിയായിരിക്കാം, ആ സമയത്ത് അവർക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഉണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെ ഞാൻ സെപ്പറേഷനിലായി, എൻ്റെ കൂടെ ഈ വ്യക്തി ഇല്ല എന്നുള്ളൊരു റിയാലിറ്റിയിലേക്ക് എത്തിയപ്പോഴാണ് ഇവരുടെ മനസ്സിൽ നിങ്ങളുടെ സ്നേഹം ഇത്രയും ഡെപ്തിലായിരുന്നെന്ന് അവർക്ക് തന്നെ മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്താണ് അവർക്ക് വളരെയധികം മിസ് ഫീലിംഗ് ഉണ്ടാകുന്നു. അതുപോലെ വളരെ ഡിപ്രഷനിലേക്കൊക്കെ അവർ പോകുന്നതായിട്ട് കാണുന്നു. ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ സന്തോഷിക്കാനോ ഒന്നും തന്നെ ഈ ഒരു സമയത്ത് കറണ്ട് അവർക്ക് സാധിക്കുന്നില്ല. ഇപ്പോൾ പ്രസൻ്റ്ലി അവർക്ക് പറ്റുന്നില്ല. കാരണം അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങളെ അറിയിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. വല്ലാതെ ആ ഒരു ഫീൽ നമുക്ക് ഇടുന്നു. അതുപോലെ തന്നെ നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നു, ഈ ഒരു കാര്യം അറിയിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. ഇതുവരെ നേടിയെടുത്തതിനൊന്നും ഒരു വാല്യൂം ഇല്ല എന്നൊക്കെ അവരിങ്ങനെ ചിന്തിക്കുകയാണ്. ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഫീലിങ്സാണ് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ലൈഫിൽ പോസിറ്റിവിറ്റി, അവരുടെ ജീവിതത്തിൻ്റെ പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു നല്ല ഭാഗം എന്ന് പറയുന്നത് നിങ്ങളായിരുന്നു. അവരുടെ തെറ്റുകൾ തിരുത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പല കാര്യങ്ങളും അവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതൊക്കെ നിങ്ങളുടെ ഒരു നെഗറ്റീവ്സ് ആണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് കോൺഫ്ലിക്റ്റിലും ഒക്കെ ഏർപ്പെട്ടിരുന്നുവെങ്കിലും ഈ ഒരു സമയത്ത് അത് തിരുത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് ഒരു മെസ്സേജ് കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ അറിയിക്കാൻ അവർ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സെപ്പറേഷൻ ടൈമിലും നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോട് ഇപ്പോൾ സെപ്പറേഷനായി പോയി ഇവർ ഭയങ്കര വിഷമത്തിലാണ്, ദുഃഖത്തിലാണ്. പക്ഷെ അവരൊരിക്കലും നിങ്ങൾ നശിച്ചു പോകണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷിക്കരുതെന്നോ അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ സന്തോഷം തന്നെയാണ് അവർ ഓരോ സമയത്തും ആഗ്രഹിക്കുന്നത്. ഒരു വേറിട്ട വ്യക്തിയായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഈ ഒരു പേഴ്സണെ. അപ്പോൾ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് നല്ലത് വരണം, നിങ്ങൾക്ക് നല്ല ജോലി കിട്ടണം, അങ്ങനെയൊക്കെയുള്ള നിങ്ങൾ നല്ലൊരു ഹൈ ഇതിലേക്ക് പോകണം എന്ന് തന്നെ ഈ വ്യക്തി
ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളിലേക്ക് തിരികെ വരാനും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു മെസ്സേജസ് എന്ന് പറയുന്നത്. ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന ക്ലൂ മാർച്ച് മന്ത് എന്നാണ് പറയുന്നത്. ഇതൊരു പോസിബിലിറ്റിയാണ്. അതുപോലെ 1988 എന്നൊരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 months എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഡ്രൈവർ എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഡ്രൈവർ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം എന്ന് വിചാരിക്കുന്നു. സെൽഫ് എംപ്ലോയി, അതായത് സ്വന്തമായിട്ടൊരു ജോലി കണ്ടെത്തി ചെയ്യുന്നവരോ ബിസിനസ് ചെയ്യുന്നവരോ ഒക്കെ ആകാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. യെല്ലോ കളർ, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ യെല്ലോ കളർ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളാണെന്ന് വിചാരിക്കുകയാണ്. ഡിസംബർ മന്ത് ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഡിസംബർ മന്ത്. ബ്ലൂ കളർ, അതുപോലെ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ബ്ലൂ കളർ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളാണെന്ന് വിചാരിക്കുന്നു. നവംബർ മന്ത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് നവംബർ മന്ത്, അതൊരു പോസിബിലിറ്റിയാണ്. 13 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ചാരിറ്റി ചെയ്യാനായിട്ട് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. 42 എന്ന് പറയുന്ന നമ്പർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് യു ക്യാൻ ട്രസ്റ്റ്. യെസ്, നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാം എന്നുള്ള മെസ്സേജാണ് നമുക്കിവിടെ വീണ്ടും കിട്ടുന്നത്. അതുപോലെ തന്നെ 48 hours. യെസ്, വീണ്ടും ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടിയിരിക്കുകയാണ്. 48 hours ഈ പേഴ്സൺ നിങ്ങളെ നേരിട്ട് വന്ന് കാണാനുള്ളൊരു ചാൻസ്. അങ്ങനെയാണ് നമുക്കിവിടെ മെസ്സേജസിലും ഒത്തിരി മിസ് ഫീലിംഗ് ഉണ്ട്. നിങ്ങളെ ഒന്ന് കാണാനായിട്ട് വരെ അവർ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. നമ്പർ 10 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 2 weeks എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 55 എന്നൊരു നമ്പർ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ സി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ലെറ്റർ ജെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്പർ 22 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ലോങ് നെയിലുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ലോങ് നെയിൽ കാണാനായിട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടവരോ അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുന്നവരോ ഒക്കെ ആകാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ഒരു ഏഞ്ചൽ നമ്പർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 11 എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പർ നമുക്ക് ഹിയറിംഗ് ഇഷ്യൂസ്, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഹിയറിംഗ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. ലെറ്റർ എഫ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. 1992 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. അതുപോലെ 2002 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 1980 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. ലെറ്റർ വൈ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ആകുന്നു എന്ന് പറയുന്ന ഒരു മെസ്സേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് അവർക്ക് ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ടാകാം, നിങ്ങൾക്കും അതുപോലെ തോന്നിയിട്ടുണ്ടാകാം മുൻപ്. 1993 എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 days എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്ക് കിട്ടും. 2 ദിവസത്തിനുള്ളിൽ ആ ഒരു പേഴ്സൺ നേരിട്ട് വന്ന് നിങ്ങളെ കാണാനായിട്ടുള്ള ഒരു ചാൻസ് ഇവിടെ കാണുന്നുണ്ട്. ലെറ്റർ എസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്പർ 33 നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1988 എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്പർ 35 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓഗസ്റ്റ് മന്ത്. യെസ്, ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ 25 എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 39 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫ്ലവേഴ്സ്, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന് ഫ്ലവേഴ്സുമായിട്ട് ഒത്തിരി ബന്ധമുള്ളതായിട്ടൊക്കെ കാണുന്നുണ്ട്. 37 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 9 നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1987 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 38 എന്ന് പറയുന്നൊരു നമ്പർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ 46 നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്പർ 2 നമുക്ക് കിട്ടിയിട്ടുണ്ട്. 51 എന്ന് പറയുന്നൊരു നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്ലൂസ്. അപ്പോൾ ഈ ക്ലൂസും അതുപോലെ റീഡിങ്ങും ആരെങ്കിലുമൊക്കെ ആയിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.